പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമുക്ക് അതിരപ്പള്ളിയിലേക്ക് ഒന്ന് പോകണം. അതിരപ്പള്ളിയിൽ മസ്തകത്തിന് മുറിവേറ്റ ആനയെ മയക്കുവെടി വെച്ചു എന്ന വാർത്ത വരുന്നു. ദൗത്യസംഘത്തിന് നേരെ ആന പാഞ്ഞെടുത്തിരുന്നു. വിവരങ്ങളുമായി ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നു. സംഭവ സ്ഥലത്ത് ജെയ്സൺ ചാമോളപ്പിലുണ്ട്. ജെയ്സൺ, ഒടുവിൽ മയക്കുവെടി വെച്ചു. പക്ഷേ മയക്കുവെടി വെച്ചപ്പോൾ അവൻ അല്പം പ്രകോപിതനായെന്ന് തോന്നുന്നു, അല്ലേ ജെയ്സൺ? ഇപ്പോഴെന്താണ് അവസ്ഥ? തീർച്ചയായും കുമാർ, ഏതാണ്ട് ഒരു മിനിറ്റ് മുമ്പാണ് ഇപ്പോൾ മയക്കുവെടി വെച്ചിരിക്കുന്നത്. നാം ഈ പുറകിൽ കാണുന്ന ഈ പ്രദേശത്താണ് ആനയും അതുപോലെ തന്നെ ദൗത്യസംഘവും നേർക്കുനേർ വരുന്ന സാഹചര്യമുണ്ടായി. അതിനിടയിലാണ് മയക്കുവെടി വെക്കാൻ കഴിഞ്ഞത്. ഇതിനിടയിൽ മയക്കുവെടി വെക്കുന്നതിന് മുമ്പ് തന്നെ ആന ഈ ദൗത്യസംഘത്തിന് നേരെ പാഞ്ഞടിച്ചിരുന്നു. ഇതിനിടയിൽ മയക്കുവെടിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വിവരം. ഈ രാവിലെ തന്നെ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങി വന്നിരുന്നു. ഇനിയും മാന കാട്ടിലെ കയറുന്ന സാഹചര്യം ഉണ്ടായാൽ അത്തരം ഒരു സാധ്യത ഇല്ലാതാവും എന്നതുകൊണ്ട് തന്നെയാണ് വളരെ സജ്ജീകരണങ്ങളോടുകൂടി നേരത്തെ തന്നെ ഈ പ്രദേശത്ത് തമ്പടിച്ചിരുന്നു. നാം കാണുന്നത് ഈ പുഴയുടെ അപ്പുറത്ത് ഇല്ലിക്കാട്, അതിൻ്റെ അപ്പുറത്ത് എസ്റ്റേറ്റിലേക്ക് ആനയെ ഒറ്റപ്പെടുത്തി 4 ആനകൾക്കൊപ്പമായിരുന്നു. 3 ആനകൾക്കൊപ്പമാണ് ഈ മുറിവേറ്റ കാട്ടാന ഇവിടെ എത്തിച്ചേർന്നിരുന്നത്. ആ ആനയിൽ നിന്ന് മറ്റ് 3 ആനകളെയും അകറ്റിയ ശേഷം ഒറ്റയ്ക്ക് മാറ്റിയ ശേഷമാണ് ഈ ശിരസിന് മസ്തകത്തിന് മുറിവേറ്റ ആനയ്ക്ക് ഇപ്പോൾ മയക്കുവെടി വെച്ചിരിക്കുന്നത്. ഇനി തുടർ നടപടികളിലേക്ക് കടക്കുക എന്നത് മാത്രമാണ് ഇനി ഉള്ളത്. ഏതായാലും കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായി പ്രവർത്തിച്ചു വന്ന, അതായത് ദൗത്യസംഘത്തിന്റെ ഒരു ഘട്ടം കടന്നിരിക്കുന്നു, ഒരു ഘട്ടത്തിലേക്ക് വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാനാകും. നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ. ഇപ്പോൾ ആനയെ കാണാൻ കഴിയില്ല, കാരണം മയക്കുവെടി വെച്ച് അത് മറഞ്ഞു പോയിരിക്കുന്നു. പക്ഷേ അതിന് പുറകിൽ തന്നെ ദൗത്യസംഘമുണ്ട്. നേരത്തെ ഇതിന് ഏകദേശം 500 മീറ്റർ അപ്പുറത്ത് 3 ആനകൾക്കൊപ്പമായിരുന്നു ഈ മസ്തകത്തിന് പരിക്കേറ്റ കൊമ്പൻ ഉണ്ടായിരുന്നത്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദൗത്യസംഘത്തിന് 4 ആനകൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ മയക്കുവെടി വയ്ക്കുക അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ പതുക്കെ ഈ ആനയെ അവിടെ നിന്ന് മാറ്റി, ആ കൂട്ടത്തിൽ നിന്ന് മാറ്റി ഏകദേശം 500 വാര അപ്പുറത്തേക്ക് എത്തിയപ്പോഴാണ് മയക്കുവെടി വെക്കുന്നതിലേക്ക് കടന്നത്. അതിനു മുൻപ് ആദ്യ ശ്രമത്തിനിടയിലാണ് ദൗത്യസംഘത്തിന് നേരെ കാട്ടാന പാഞ്ഞെടുക്കുന്നതും പിന്നീട് ദൗത്യസംഘം മയക്കുവെടി വെക്കുന്നതും. അരുൺകുമാർ. ജെയ്സൺ, നമുക്ക് ആ 2 ദൃശ്യങ്ങളും പ്രേക്ഷകരെ കാണിക്കാം. മയക്കുവെടി വയ്ക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് ഈ ദൗത്യസംഘത്തിന് നേരെ ആന പാഞ്ഞെടുക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ബാക്കിയുള്ള ആനകളെ മാറ്റിയതിന് ശേഷമാണ് ദൗത്യസംഘത്തിന് മയക്കുവെടി വയ്ക്കാൻ സാധിച്ചത്. ഇനിയിപ്പോൾ എന്താണ് നടക്കുക ജെയ്സൺ? ഇനി ആനയെ മയക്കുവെടി വെച്ച ശേഷം അത് നിയന്ത്രണത്തിലായി എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ദൗത്യസംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം മയക്കുവെടി വെച്ചാൽ പെട്ടെന്ന് തന്നെ അതൊരു ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് എത്തില്ല. പതുക്കെ 1 മണിക്കൂർ, അരമണിക്കൂറിനും 1 മണിക്കൂറിനിടയിലാണ് മയക്കുവെടി വെച്ച ശേഷം ആനയെ നിയന്ത്രണത്തിലെത്തിക്കാൻ എടുക്കുന്ന സ്വാഭാവികമായ സമയം. അതിനിടയിൽ ആ നിയന്ത്രണത്തിലേക്ക് വരുന്ന പശ്ചാത്തലത്തിൽ തന്നെ മുഖത്ത് കറുത്ത തുണി കെട്ടുകയും പിന്നീട് ആനയെ കാലുകൾ ബന്ധിക്കുന്ന സ്ഥിതിയുമുണ്ട്. അതിനെല്ലാം ഉള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് ഏകദേശം അരമണിക്കൂറിനും 1 മണിക്കൂറിനിടയിൽ നടക്കും. അതിനുശേഷമായിരിക്കും ശിരസിലേറ്റ്, അത് മസ്തകത്തിലുണ്ടായ മുറിവ് ക്ലീൻ ചെയ്ത്, അത് മരുന്നുകളും മറ്റും ഒക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത ശേഷം പിന്നീട് വലിയ തോതിൽ മരുന്ന് വെച്ച് കെട്ടി പോവുക എന്നത്. അതിനു മുൻപ് അത്രയേറെ ഗുരുതരമായ പരിക്കാണെങ്കിൽ അതിന് മറ്റു നടപടികളിലേക്ക് കടക്കേണ്ടി വരും. അതൊക്കെ തീരുമാനിക്കുന്നത് ആന പൂർണ്ണ നിയന്ത്രണത്തിലായി ആദ്യഘട്ട പരിശോധനയ്ക്ക് ശേഷമാണ്. ഇപ്പോൾ ആദ്യഘട്ട പരിശോധനയിലേക്ക് കടന്നിട്ടില്ല, മയക്കുവെടി വെച്ചത് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതിനുശേഷം ആ പരിശോധന പൂർത്തിയായ നെറ്റിയിലേക്ക് ആഴം എത്ര, മുറിവിന്റെ ആഴം എത്രയുണ്ട്, അത് എത്രമാത്രം ഗുരുതരാവസ്ഥയിലാണെന്നത് അടക്കമുള്ള കാര്യങ്ങൾ വിശദമായ പരിശോധന ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ നടക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. ഗുരുതരമായ പരിക്കാണെങ്കിൽ എന്ത് വേണമെന്ന കാര്യത്തിൽ വിശദമായ ചർച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും തീരുമാനമെടുക്കുക. കാരണം കാട്ടാനയ്ക്ക് ഇവിടേക്ക് കൊണ്ടുവന്ന് അല്ലെങ്കിൽ മറ്റു സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി വിശദമായ ചികിത്സ നടത്തിയ ഗൗരവമായ ചികിത്സ നടത്തിയ ശേഷം പിന്നീട് എന്ത് ചെയ്യണം നടക്കമുള്ള നിരവധി നിയമപ്രശ്നങ്ങളും അതുപോലെ തന്നെ സാങ്കേതികമായ വിഷയങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നടപടികളിൽ കടക്കണമെന്ന കാര്യത്തിൽ ആദ്യഘട്ട പരിശോധന പൂർത്തിയാകണം. ആദ്യഘട്ട പരിശോധന ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ മയക്കുവെടി വെച്ച് ആന നിയന്ത്രണത്തിലായി എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കൂ. അരുൺകുമാർ, നമ്മളിപ്പോൾ 2 ഫ്രെയിമുകളിൽ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. മയക്കുവെടി ഏറ്റതിനു ശേഷമുള്ള ഒരു ദൃശ്യം കൂടി നമ്മളിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്. അവൻ മസ്തകത്തിലേക്ക് സാവധാനം മണ്ണിങ്ങനെ വാരിയിടുന്നുണ്ട്. ഇന്നലെയും തുടർച്ചയായിട്ട് മസ്തകത്തിൽ മണ്ണ് വാരിയിടുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചിരുന്നു. അപ്പോൾ അസ്വസ്ഥതയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ക്ഷീണിതനുമാണെന്ന് തോന്നുന്നു, അല്ലേ ജെയ്സൺ? ആന നേരത്തെ തന്നെ ക്ഷീണിതനായിരുന്നു. ഇപ്പോൾ നമുക്ക് ഔദ്യോഗികമായി തന്നെ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നു. നാം നേരത്തെ തന്നെ നൽകിയിരുന്നു മയക്കുവെടി വെച്ചു എന്നത്. ഇപ്പോൾ തന്നെ DFO തന്നെ അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. മയക്കുവെടി വെച്ചു. ആന അമ്പലത്തിനടുത്തേക്ക് മാറിപ്പോയിട്ടുണ്ട്.
ഡോക്ടർമാരുടെ സംഘം കൂടെയുണ്ടെന്ന ഒഫീഷ്യലായിട്ടുള്ള അറിയിപ്പ് കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. വാഴച്ചാൽ DFO തന്നെ മയക്കുവെടി വെച്ച കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. നാം നേരത്തെ തന്നെ ആ കാര്യം പറഞ്ഞിരുന്നു. ഏതായാലും ഇനി പൂർണ്ണമായ നിയന്ത്രണത്തിലാക്കുക എന്നതാണ്. ആന മയക്കുവെടി വെച്ച് ഒരല്പം മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ പരിസരത്ത് ഒരു അമ്പലമുണ്ട്, അമ്പലത്തിനടുത്തേക്ക് ആന പോയിട്ടുണ്ട്. ഡോക്ടർമാരുടെ സംഘവും അതിനോടൊപ്പം പോയിട്ടുണ്ട്. അല്പസമയത്തിനകം അതിന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് ആന വരും. അതിനുശേഷം അതിന്റെ ശിരസിൽ മസ്തകത്തിലുള്ള മുറിവിന്റെ ആഴം പരിശോധിക്കും. അതിനുശേഷം ഏത് രീതിയിൽ ചികിത്സ നൽകണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ഏതായാലും ഗുരുതരമായ പരിക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ചികിത്സ നൽകി അതിനെ റിമോട്ട് സംവിധാനത്തെ നിയന്ത്രിക്കാൻ കഴിയാവുന്ന രീതിയിൽ ഏതൊക്കെ ഭാഗത്തേക്ക് പോകുന്നതടക്കമുള്ള ചിപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആനയെ നിയന്ത്രിക്കാൻ കഴിയുമോ എന്നതാണ് ആദ്യഘട്ട പരിശോധന. അല്ലാത്ത പക്ഷം ഗുരുതരമായ മുറിവാണ്, മസ്തകത്തിലേക്ക് ആഴത്തിലുള്ള മുറിവും ഗുരുതര അവസ്ഥയുമാണെങ്കിൽ തീർച്ചയായും അതിനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയും അതിനുശേഷം കൂടുതൽ ചികിത്സ നൽകുകയും പിന്നെ തുടർ നടപടികൾ എന്തെന്ന കാര്യം വനംവകുപ്പിന്റെ ഉന്നതാധികാരികളുമായി സംസാരിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യുമെന്നാണ് നേരത്തെ ഡോക്ടർ അരുൺ സക്രിയ നമ്മോട് പറഞ്ഞത്. ഏതായാലും വലിയ ആശ്വാസമാണ്. കഴിഞ്ഞ 3 ദിവസത്തെ ദൗത്യത്തിന്റെ ആദ്യഘട്ടം കടന്നിരിക്കുന്നു. മയക്കുവെടി വെച്ചിരിക്കുന്നു. ആന അമ്പലത്തിനടുത്തേക്ക് നീങ്ങിയിരിക്കുന്നു. ഡോക്ടർമാരുടെ സംഘം അങ്ങോട്ട് പോയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത നമുക്ക് നൽകാനുള്ളത്. അരുൺകുമാർ, ആനയെ മയക്കുവെടി വെച്ചിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ അമ്പലത്തിനടുത്ത് നിൽക്കുന്ന ആനയുടെ മസ്തകത്തിലെ പരിക്ക് പരിശോധിച്ചതിനു ശേഷം ഗുരുതരമേറിയതാണോ അതല്ല പരിക്ക് സാരമുള്ളതല്ലെങ്കിൽ പ്രാഥമികമായ ചികിത്സ നൽകി ആനയെ വിട്ടേക്കും. ചിപ്പടക്കമുള്ളവ ഘടിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട് ഈ ഘട്ടത്തിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ദൗത്യസംഘം ആനയെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. പല സമയത്തും ആനയെ തൊട്ടടുത്ത് കിട്ടുമ്പോഴും മയക്കുവെടി വെക്കാൻ കഴിയുന്നൊരു സാഹചര്യമായിരുന്നില്ല. വെള്ളത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആന ഓടി വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ അത് അപകടമാവും എന്നുള്ളതുകൊണ്ട് ആദ്യഘട്ടത്തിൽ ആ ദൗത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞിരുന്നു. ഇപ്പോൾ അമ്പലത്തിനടുത്തുള്ള ഒരു നിരപ്പായ സ്ഥലത്ത് ആനയെ കിട്ടി. പക്ഷേ കൂടെ ഉണ്ടായിരുന്നത് 3 ആനകളാണ്. ആ 3 ആനകൾ കൂടെ ഉള്ളത് കൊണ്ട് ആ സമയത്ത് വെടിവെക്കാൻ കഴിഞ്ഞില്ല. ബാക്കി ആനകളെ ഈ ആനയിൽ നിന്ന് അകറ്റിയതിനു ശേഷമാണ് ദൗത്യസംഘം, പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, സൂക്ഷ്മമായി നമ്മൾ റൗണ്ട് ചെയ്തിരിക്കുന്ന സ്ഥലത്താണ് ആനയുള്ളത്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. തൊട്ടു പിന്നിൽ അരുൺ സഖറിയും വനപാലകരും നടന്നു നീങ്ങുന്നതും മുൻപിൽ നമ്മുടെ വനംവകുപ്പിന്റെ കാറ് പോകുന്നതും പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ആനയെ ഇപ്പോൾ മയക്കുവെടി വെച്ച് തളച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആനയുടെ മസ്തകത്തിലെ പരിക്ക് പരിശോധിക്കുക. പരിക്ക് ആഴമേറിയതാണെങ്കിൽ കുറച്ചുകൂടി ട്രീറ്റ്മെന്റ് വേണ്ടിവരും എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ജെയ്സൺ, കൂടെയുണ്ടായിരുന്ന 3 ആനകളും കുറച്ച് സുരക്ഷിതമായ അകലത്തിൽ തന്നെയല്ലേ? തീർച്ചയായും അരുൺകുമാർ, ഇപ്പൊ ഞാൻ നിൽക്കുന്നതിന് തൊട്ട് പുറകിൽ വെച്ചാണ്. അതിന് തൊട്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ വ്യക്തമാണോ എന്ന് എനിക്കറിയില്ല. തൊട്ട് പുറകിൽ അല്പം ഒരു ട്രക്ക് കിടക്കുന്നുണ്ട്. അതിന് സമീപത്ത് വെച്ചാണ് ആനയെ മയക്കുവെടി വെച്ചത്. ഏതാണ്ട് ഇതിനപ്പുറത്തേക്ക് ഇടത്തെ ഭാഗത്തേക്ക് മാറി ഏകദേശം 600 മീറ്ററിന് അപ്പുറത്തേക്ക് മാറിയിട്ടാണ് ഇപ്പോൾ മറ്റ് 3 ആനകളും സുരക്ഷിതമായി അവിടെയുണ്ട്. ആ 3 ആനകളും അവിടെ സുരക്ഷിതമായുണ്ട്. ആ സുരക്ഷിതമായ 4 ആനകൾ ഒന്നിച്ചു നിൽക്കുന്നിടത്ത് നിന്ന് വളരെ തന്ത്രപരമായി വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഡോക്ടറുടെ സംഘവും ഒക്കെ ചേർന്ന് പതുക്കെ ആ ആനയെ പതുക്കെ ഏകദേശം 500 മീറ്റർ ഇപ്പുറത്തേക്ക്, ഏകദേശം ഞാൻ നിൽക്കുന്നതിന്റെ തൊട്ട് പുറകു ഭാഗത്തേക്ക് മാറ്റുന്നു. ആ മാറ്റുന്നതിനിടയിലാണ് കാട്ടാന, ഈ മസ്തകത്തിന് മുറിവേറ്റ കാട്ടാന ഈ ദൗത്യ സംഘത്തിന് നേരെ പാഞ്ഞെടുക്കുന്ന സ്ഥിതി ഉണ്ടായത്. പക്ഷേ എങ്കിൽ പോലും ആ ദൗത്യത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ കഴിയില്ല. കഴിഞ്ഞ 3 ദിവസമായി ആനയെ തേടി നടക്കുകയായിരുന്നു. കഴിഞ്ഞ 2 ദിവസം മുൻപ് ഇതേ സ്ഥലത്ത് വെച്ച് കണ്ട ആനയെ ഇതുപോലെ ഈ പുഴയുടെ തീരത്ത് നിന്ന് മാറ്റാൻ ഒരു ശ്രമം നടത്തുന്നതിനിടയിലാണ് ആന പാഞ്ഞ് അതിന് പുറകിലുള്ള എസ്റ്റേറ്റ് ഉണ്ട്, അതിന് പുറകിലെ ഉൾവനത്തിലേക്ക് പോയി. പിന്നെ ഇന്ന് പുലർച്ചയ്ക്കാണ് ആന 3 മറ്റു ആനകൾക്കൊപ്പം ഇവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കാൻ ഡോക്ടർ അരുൺ സക്രയും സംഘവും തയ്യാറല്ല എന്നതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. പുഴയുടെ അടുത്ത് ഏകദേശം ഒരു 300-400 മീറ്റർ അപ്പുറത്ത് വെച്ചാണ് മയക്കുവെടി വെച്ചത്. എങ്കിൽ പോലും സുരക്ഷിതമായി മയക്കുവെടി വെക്കാൻ കഴിഞ്ഞു എന്നതാണ് ആശ്വാസകരമായ കാര്യം. അത്തരത്തിലുള്ള അപകടാവസ്ഥകൾ നിരവധിയുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ വെച്ച് മയക്കുവെടി വെക്കാതിരുന്നുള്ള പ്രധാനപ്പെട്ട കാര്യം തൊട്ടടുത്ത പുഴയാണ്. അഥവാ ആന മയക്കുവെടിയുടെ ആഘാതത്തിൽ പാഞ്ഞ് പുഴയിലേക്ക് വരികയോ വീഴുകയോ ചെയ്താൽ ഒരുപക്ഷെ ആന ചെരിയാനുള്ള സാധ്യതയുണ്ട്. അതിനെല്ലാം കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വളരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാൻ ശ്രമിച്ചത്. പക്ഷേ ആ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുന്നത് 24 മണിക്കൂറിനപ്പുറത്തേക്ക് ആനയെ കൺമുമ്പിൽ നിന്നും മാഞ്ഞു പോകുന്ന സ്ഥിതിയുണ്ടായി. പിന്നീട് ഇന്ന് പുലർച്ചയോടുകൂടി മറ്റ് 3 ആനകളുടെ അകമ്പടിയോടുകൂടി വീണ്ടും വെള്ളം തേടി കാട്ടാനെത്തി. ഒരുപക്ഷെ ഇന്നലെ തന്നെ വരേണ്ടതായിരുന്നു. ഇന്നലെ മിനിഞ്ഞാന്ന് ആ പകപ്പ് കൊണ്ടായിരിക്കും ഒരുപക്ഷെ ആന വരാൻ വൈകിയത്. പക്ഷേ സ്വാഭാവികമായിട്ട് ആനകൾ എപ്പോഴും വരുന്നത് അത് വെള്ളമുള്ള സ്ഥലത്താണ്. വെള്ളം, ജല തടാകങ്ങളും അതുപോലെ ജലസാന്നിധ്യമുള്ള സ്ഥലത്തും അതുപോലെ ഈറ്റ കൊമ്പുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്താണ് ആനകൾ പ്രധാനമായും തമ്പടിക്കുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം
ജലസാന്നിധ്യം, വെള്ളം എപ്പോഴും ഈ ആനയ്ക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഈ പുഴയുടെ തീരത്തേക്ക് ആന വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് എന്നതായിരുന്നു പ്രധാന പ്രശ്നം. സാധാരണഗതിയിൽ ആനകൾ ഇങ്ങനെ എന്തെങ്കിലും ശബ്ദം കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളിലൂടെയോ ഉൾക്കാട്ടിലേക്ക് പോയാലും പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾക്കുള്ള തന്നെ തിരിച്ചു വരുന്ന ഒരു പൊതു സ്വഭാവമുണ്ട്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് മിനിഞ്ഞാന്ന് പോയ ആന ഇന്ന് പുലർച്ചെ മാത്രമാണ് തിരിച്ചെത്തിയത്. അതും 3 പേരുടെ അകമ്പടിയോടുകൂടിയാണ് കാട്ടാന തിരിച്ചെത്തിയത്. ആ 3 പേരെയും വളരെ തന്ത്രപരമായി അകറ്റി ഏകദേശം 500 മീറ്ററിനൊക്കെ അപ്പുറത്തേക്ക് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ അതുപോലെ ഡോക്ടർമാരുടെ സംഘമൊക്കെ പതുക്കെ മാറ്റി. ആ മാറ്റുന്നതിനിടയിലാണ് നേരത്തെ കാണിച്ച ദൃശ്യങ്ങൾ. ആന വലിയ രീതിയിൽ പാഞ്ഞെടുക്കുന്ന സ്ഥിതി ഉണ്ടായി. ഇത് മിനിഞ്ഞാന്ന് സംഭവിച്ചാണ്. മിനിഞ്ഞാന്ന് ഈ ദൗത്യ സംഘത്തിന് നേരെ കാട്ടാന ഏകദേശം ഇതിന് അപ്പുറത്ത് ഒരു 500 മീറ്റർ അപ്പുറത്ത് വെച്ച് ഇതേ സംഭവം ഉണ്ടായിരുന്നു. അവർ ആന ഇവരെ ചാർജ് ചെയ്യുന്ന സ്ഥിതിയുണ്ട്. പക്ഷേ അപകടങ്ങളൊന്നും ഉണ്ടായില്ല. വളരെ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. അതിനുശേഷം ഇന്ന് വളരെ കംഫർട്ടായ പൊസിഷനിൽ ആനയെ കിട്ടിയിരിക്കുന്നു. ആനയെ മയക്കുപിടി വെച്ചിരിക്കുന്നു. ആന ഇപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം 300 മീറ്റർ അപ്പുറത്തുള്ള ഒരു അമ്പലത്തിന്റെ ഭാഗത്തേക്ക് പോയിരിക്കുന്നു. ഡോക്ടർമാരുടെ വലിയ സംഘവും ഇതിനോടൊപ്പം കഴിഞ്ഞ 3 ദിവസമായി 50-ലധികം പേരടങ്ങുന്ന സംഘം അത്രയേറെ വലിയ ദൗത്യമാണ് സത്യത്തിൽ ഏറ്റെടുത്തത്. അന്ന് തന്നെ ഡോക്ടർ അരുൺ സക്രയ വ്യക്തമാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ടെറൈൻ എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ച ഒരു ടെറൈനാണ്. സാധാരണഗതിയിൽ കാടിനകത്ത് വെച്ച് ആനയെ മയക്കുവെടി വെക്കുന്ന പോലെ അത്ര എളുപ്പത്തിൽ അത്ര നിസ്സാരമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്ന് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം നദിയും അതുപോലെ തന്നെ കുറ്റിക്കാടുകളും തോട്ടങ്ങളും അതിനപ്പുറത്ത് ഉൾക്കാടുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പ്രത്യേക ഒരു ഭൂപ്രദേശമായതുകൊണ്ട് തന്നെ പലപ്പോഴും നിയന്ത്രണത്തിൽ ആനയെ ലഭിക്കുക എളുപ്പമല്ല. ചെങ്കുത്തായ പ്രദേശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ചെങ്കുത്തായ പ്രദേശത്ത് വെച്ച് ആനയെ മയക്കുവെടി വെച്ചാൽ ഒരുപക്ഷെ ആന മറിഞ്ഞു വീണ് ഒരു ചരിയാനുള്ള സാധ്യത. ഇത്തരത്തിലുള്ള എല്ലാ ഘടകങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ കഴിഞ്ഞ മണിക്കൂറുകളെല്ലാം പരിശോധിച്ച് വളരെ വിദഗ്ധമായി വളരെ ആസൂത്രിതമായി ആനയെ ഒറ്റപ്പെടുത്തി ഈ പുറകിൽ കാണുന്ന ഏകദേശം ചെരിഞ്ഞ പ്രദേശം ഒരു ആനയെ സംബന്ധിച്ച് ഉള്ള ചെരിഞ്ഞ പ്രദേശം എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അത്തരത്തിലുള്ള വളരെ കംഫർട്ടായ ഒരു സ്ഥലത്ത് വെച്ച് വളരെ വിജയകരമായ പ്രാഥമിക ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നു എന്നതാണ്. ആനയെ നിയന്ത്രണത്തിലാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആനയെ നിയന്ത്രണത്തിലാക്കിയാൽ ഒരു ആനയെ ചികിത്സിക്കാൻ ഒരു പ്രയാസമില്ല. അത്രയേറെ വിദഗ്ധരായ ഡോക്ടർമാർ അരുൺ സക്രയെ പോലെ നിരവധി ഒരുപാട് അനുഭവ സമ്പത്തുള്ള വിദഗ്ധരായ ഡോക്ടർമാരുടെ വലിയ സംഘം കഴിഞ്ഞ 3 ദിവസമായി ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. 50-ലധികം വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരും അതുപോലെ വാഴച്ചാലിലെ DF ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ 3 ദിവസമായി ആനയുടെ പുറകിലായിരുന്നു. ഇന്നലെയൊക്കെ 10-12 ഉൾക്കാടിൽ 10-12 സ്ഥലത്ത് രാവിലെ മുതൽ ആരംഭിച്ച പരിശോധന വൈകിട്ട് വരെ നീട്ടില്ല. എന്നിട്ട് പോലും ഈ കൊമ്പനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഇന്ന് അതിന്റെ സമയമായിരിക്കുന്നു, അതിന്റെ ചികിത്സയ്ക്ക് സമയമായിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. വീണ്ടും ചാലക്കുടി പുഴയുടെ തീരത്തേക്ക് വെള്ളം കുടിക്കാൻ 4 സംഘമായി അവർ എത്തി. പക്ഷേ ആ 4 സംഘത്തിലെ 3 പേരെ വളരെ ആസൂത്രിതമായി മാറ്റി വളരെ വിജയകരമായ ദൗത്യത്തിന്റെ ആദ്യഘട്ടം പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി ചികിത്സയിലേക്ക് കടക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചികിത്സ ഏത് രീതിയിൽ വേണമെന്ന കാര്യം അത് പൂർണ്ണ നിയന്ത്രണത്തിലായി. അതിനെ ബന്ധിച്ച് അതുപോലെ തന്നെ അതിന്റെ മുറിവുകൾ പരിശോധിച്ച മുറിവുകളുടെ ആഴം പരിശോധിച്ച് തുടക്കത്തിലുള്ള മുൻപ് കണ്ട ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് 2 മുറിവുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഒരു മുറിവ് പതുക്കെ ഉണങ്ങി വരുന്നു എന്നതാണ് അന്ന് കണ്ടിരുന്നത്. പക്ഷേ ഒരു മുറിവിൽ ആഴം കൂടുതലുണ്ടോ എന്ന സംശയമുണ്ടായിരുന്നു. ഈ ചിലം അതായത് പൊട്ടി ഒലിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആ ഘട്ടത്തിലേക്ക് കടന്നപ്പോഴാണ് വനം വകുപ്പ് ഇത്തരം ഒരു ജെയ്സൺ മടങ്ങി വരാം. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് മടങ്ങി വരേണ്ടതുണ്ട്. ആന ചെറുതായിട്ട് ദൗത്യസംഘത്തിന് നേരെ ഒന്ന് ചാർജ് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് ജെയ്സൺ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ആനയെ പൂർണ്ണമായിട്ടും നിയന്ത്രണത്തിലാക്കിയിട്ടുണ്ട്. അമ്പലത്തിനടുത്ത് ആനയെ മയക്കുവെടി വെച്ചിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആനയുടെ അടുത്തെത്തി മസ്തകം പരിശോധിച്ച് പരിക്ക് എത്രത്തിൽ ആഴമേറിയതാണ് എന്നത് നോക്കും.